പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ മരണത്തിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ്. അമ്മുവിന്റെ മരണത്തിന് തലേ ദിവസം പിങ്ക് പോലീസ് ഹോസ്റ്റലിലെത്തിയെങ്കിലും പ്രശ്നങ്ങളെക്കുറിച്ച് അധികൃതർ അറിയിച്ചില്ലെന്ന് പറയുന്നു. ഇത് മനഃപൂർവ്വമാണോ എന്ന് പോലീസ് പരിശോധിക്കും. എ വി ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ വിവരങ്ങളുമായി. ജയശങ്കർ, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. കാര്യങ്ങൾ അത്ര ശുഭകരമല്ല. അമ്മു സജീവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസ് ആലോചിക്കുന്നത്. കാരണം പിങ്ക് പോലീസ് സംഘം ഈ അമ്മു മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഹോസ്റ്റലിൽ പെട്രോളിങ്ങിൻ്റെ ഭാഗമായി പോയിരുന്നു. ഈ ഘട്ടത്തിൽ ഹോസ്റ്റലിൽ നടന്ന പ്രശ്നങ്ങളെക്കുറിച്ചോ ഇവിടെ ഇത്തരത്തിൽ അമ്മു നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചോ ഹോസ്റ്റൽ അധികൃതർ പിങ്ക് പോലീസുമായി ഒരു കാര്യങ്ങളും പങ്കുവച്ചില്ല. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന തരത്തിലാണ് ഇവർ പിങ്ക് പോലീസിനോട് സംസാരിച്ചത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പോലീസ് പരിശോധിക്കുക. ഇത് ഏതെങ്കിലും തരത്തിൽ ഹോസ്റ്റൽ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. ഒപ്പം തന്നെ മനഃപൂർവ്വമാണോ അധികൃതർ ഇത്തരത്തിലൊരു വീഴ്ച വരുത്തിയത് എന്ന കാര്യവും പോലീസ് പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. ഈ അമ്മുവിൻ്റെ കുടുംബം ഉൾപ്പെടെ ഈ ഹോസ്റ്റൽ അധികൃതർക്ക് വീഴ്ച പറ്റിയില്ലെങ്കിൽ ഹോസ്റ്റലിലും അമ്മു വലിയ തോതിലുള്ള മാനസിക വിഷമങ്ങൾ നേരിട്ടു എന്നൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്താൻ ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഒപ്പം തന്നെ ഈ പത്തനംതിട്ട എസ് പിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ 2 ദിവസം കൂടുമ്പോൾ വനിതകൾ താമസിക്കുന്ന ഹോസ്റ്റലുകളിൽ ഇത്തരത്തിൽ പിങ്ക് പോലീസ് സംഘം പെട്രോളിംഗ് നടത്തുന്നത്. ഇത് ഹോസ്റ്റലുകളിലെ കുട്ടികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു വിഷയം പിങ്ക് പോലീസ് സംഘം ഈ അന്വേഷണം നടത്തുന്ന SHA ഈ വിവരം അറിയിച്ചത്. ഹോസ്റ്റലിലെ റെക്കോർഡ് ബുക്കിൽ ഉൾപ്പെടെ പോലീസ് അന്ന് പെട്രോൾ നടത്തിയ വിവരങ്ങൾ അന്ന് സൈൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെല്ലാം തന്നെ രേഖകളുണ്ട്. ഈ കാര്യം കൂടി പരിശോധിച്ച് ഹോസ്റ്റൽ അധികൃതർ ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം. എന്തായാലും അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കോളേജ് കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇന്ന് KSUവിൻ്റെ മാർച്ച് കോളേജിലേക്കുണ്ട്. KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെയാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യാനെത്തുന്നത്. അത്തരത്തിൽ അമ്മുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജിനെതിരെയും ഹോസ്റ്റലിനെതിരെയും വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമാണുള്ളത്. പോലീസ് ഇതെല്ലാം തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമായി മുന്നോട്ട് പോകുന്നു. അമ്മുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരാനുണ്ട്. എന്തായാലും പോലീസ് വീട്ടുകാരുടെ എല്ലാവിധ ആരോപണങ്ങളും പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഈ മരണവുമായി ബന്ധപ്പെട്ട 2 അന്വേഷണങ്ങളാണ് നടക്കുന്നത്. ഒന്ന് സർവകലാശാല നിയോഗിച്ച സമിതിയുടെ അന്വേഷണം, മറ്റൊന്ന് പോലീസ് നടത്തുന്ന അന്വേഷണം. ഈ അന്വേഷണങ്ങളിലൂടെ അമ്മുവിൻ്റെ മരണത്തിൽ ഒരു വ്യക്തത വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോഴും കുടുംബം ഈ അമ്മുവിൻ്റെ മരണത്തിൽ വലിയ ദുരൂഹത ഉന്നയിക്കുന്നു. അമ്മു ആത്മഹത്യ ചെയ്യില്ലെന്നും ഈ മരണത്തിൽ മറ്റ് 3 പെൺകുട്ടികൾക്ക് പങ്കുണ്ട് എന്നൊരു ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. SKN.